ഇന്ന് ഞാൻ ഫിഷ് റോസ്റ്റാണ് തയ്യാറാക്കുന്നത്. വളരെ എളുപ്പത്തിൽ അതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ വെള്ളാകോളിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മീലും ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 1/2 കിലോ വെള്ളാകോലി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കഴുകി വൃത്തിയാക്കി ഇതുപോലെ വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പം അതിന് വേണ്ടി 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ചെറുനാരങ്ങ നീര്. ഇത്രയും ചേർത്ത് നമുക്കിതിനെ ഒന്ന് മാരിനേറ്റ് ചെയ്യാം. അപ്പോൾ ഈ മസാല ഇതിൻ്റെ ഉൾഭാഗത്തും പുറത്തുമൊക്കെ നന്നായി തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കുമ്പോൾ ഒരു മിനിമം ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം. കൂടുതൽ സമയം വെച്ചാൽ അത്രയും നല്ലത്. മിനിമം ഒരു അരമണിക്കൂറെങ്കിലും വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാലേ ഈ ഒരു മസാല മീനിലേക്ക് നന്നായി ഇറങ്ങി പിടിച്ചു വരികയുള്ളൂ. ഇനി ഒരു പാൻ വെച്ച് പാൻ ചൂടായാൽ നമുക്ക് ഓയിൽ ഒഴിക്കാം. ആവശ്യത്തിന് കുറച്ചധികം ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഞാനിവിടെ ഇപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. പക്ഷേ വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഞാനിവിടെ ഇപ്പോൾ എൻ്റെ എണ്ണ തീർന്നത് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഈ ഓയിൽ എടുത്തിട്ടുള്ളത്. നിങ്ങൾ ചെയ്യുമ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാം. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. എണ്ണ നമുക്ക് ഈ ഒരു ഫിഷിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഈ ഒരു ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതിനെ തിരിച്ചിടാം. ഇനി നമുക്കിതിനെ പാനിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് ഇതേ എണ്ണയിൽ തന്നെ 2 സവാള ചെറുതായി അരിഞ്ഞത് ചേർക്കാം. അപ്പോൾ ഈ സവാള വഴറ്റാനും കൂടിയിട്ടുള്ള എണ്ണ നമ്മൾ ഈ ഫിഷ് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ചേർക്കണം. അതുകൊണ്ടാണ് കുറച്ചധികം എണ്ണ ചേർക്കാനാണ് പറഞ്ഞത്. സവാള ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 4 പച്ചമുളക്, കുറച്ച് കറിവേപ്പില ഇവ ചേർക്കാം.
ഇനി ഞാൻ ഒരു തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് അടിച്ചെടുക്കണം. ഇതുപോലെ അടിച്ചെടുക്കാം. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കുറച്ച് ചേർത്താൽ മതി. നമ്മളിപ്പോൾ ഓൾറെഡി ഫിഷിൽ ചേർത്തതുകൊണ്ട് കുറച്ച് ചേർത്താൽ മതി. ഈ ഒരു ഉള്ളിക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി. കുറച്ച് മുളക് പൊടി, അര ടീസ്പൂണോളം കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇവ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നിങ്ങൾ മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ ചേർക്കുന്ന സമയത്ത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കുക. കാരണം ഇതിൽ പച്ചമുളകും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഒക്കെ ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ചുള്ള മുളക് ചേർത്താൽ മതി. ഇപ്പോൾ സവാള നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പകുതി ചെറുനാരങ്ങ നീര് കൂടി ഇതിൽ ചേർക്കണം. നമ്മൾ നേരത്തെ ചേർത്തതിൻ്റെ പകുതി ചെറുനാരങ്ങ നീര് ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ആ ഫിഷ് ഇതിലേക്ക് ചേർക്കാം. ഈ ഫിഷ് ചേർക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു സവാളൻ്റെ ഈ ഒരു മസാല കുറച്ച് മാറ്റിയിട്ട് ഫിഷ് ചേർക്കാം. എന്നിട്ട് ആ ഫിഷ് ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് വേണം ഈ മസാല ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ മാറ്റിയിട്ട് ഫിഷ് വെച്ചാൽ മതി. അതിന് ശേഷം മസാല ആ ഒരു ഫിഷിൻ്റെ മുകളിലേക്ക് മസാല ഇട്ട് കൊടുക്കാം. ഇനി ഇതിനെ ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. ആ ഒരു മസാല ഒക്കെ ഈ ഫിഷിലേക്ക് നന്നായി പിടിച്ച് വരട്ടെ. അപ്പോൾ നമ്മുടെ ഫിഷ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും.